ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ക്രിമിനൽ അന്വേഷണം ആവശ്യപ്പെടാൻ ദേവസ്വം ബോർഡ് തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. ബിനിൽ അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. ബിനിൽ, എന്താണ് വളരെ സജീവമായ നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ദിവസവും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് എത്രയും വേഗം ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു വരണം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തന്നെയാണ് വലിയ ഒരു പ്രതിസന്ധിയിലാകുന്നത്. എങ്ങനെയാണ് ദേവസ്വം ബോർഡിൻ്റെ നീക്കം? ദേവസ്വം വിജിലൻസ് ഏത് നിലയ്ക്കാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ദിവിഷ, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന് പരിമിതികൾ ഏറെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേവസ്വം വിജിലൻസ് ആണ് അന്വേഷണം നടത്തുന്നത്. അതിനൊരു SP ആണ്, പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോയിരിക്കുന്ന ഒരു SP ആണ് ഈ അന്വേഷണം നടത്തുന്നത്. അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥരുടെ കുറവുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുടെയൊക്കെ തന്നെ അപര്യാപ്തത ഈ ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിലവിൽ ഇതുവരെ ഇതിനൊരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ദേവസ്വം വിജിലൻസിന് അതിന് സാധിക്കുകയുമില്ല. അവർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുക, എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അതിന്റെ വസ്തുതാ വിവരങ്ങൾ ശേഖരിച്ച് ഹൈക്കോടതിയെ അറിയിക്കുക എന്നത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള അവർക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് മാത്രമേ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയൂ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് 1998 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ എവിടെ എന്നതാണ്. സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് തങ്ങളുടെ സ്ഥാപനത്തിൽ എത്തിയത് ചെമ്പുപാളികളാണ് എന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലയിൽ ഉണ്ടായിരുന്ന ആ സ്വർണം പൊതിഞ്ഞ പാളികൾ എവിടെ പോയി എന്നതാണ് ചോദ്യം. അതടക്കം കണ്ടെത്തണമെങ്കിൽ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലേക്ക് കാര്യങ്ങൾ പോകണം. FIR രജിസ്റ്റർ ചെയ്തുള്ള ഒരു അന്വേഷണം വേണം. ആ അന്വേഷണത്തിന് എന്താണ് തടസ്സം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആണെങ്കിൽ ഇന്നലെയും ഇന്നും ഒക്കെയായി പറയുന്നത് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പ്രതിക്കൂട്ടിലുള്ളത്. ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചു, പക്ഷേ കാര്യങ്ങൾ തിരിച്ചടിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് പീഡങ്ങൾ കണ്ടെടുത്തു. അങ്ങനെ അദ്ദേഹം പ്രതിയായി മാറി എന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വാക്കുകൾ കൊണ്ട് പ്രതിയാക്കിയാൽ മാത്രം കാര്യമില്ലല്ലോ. അതിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഇതെവിടെയൊക്കെ പോയി, ആർക്കൊക്കെ ഇതിന്റെ പങ്കുണ്ട്, ആരൊക്കെയാണ് ഇതിന്റെ സ്പോൺസർമാരായി നിന്നത്. ഇപ്പോൾ ആരാണ് സ്പോൺസർ എന്ന് ചോദിച്ചാൽ ദേവസ്വം ബോർഡ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നാണ്. പക്ഷേ നമ്മളിപ്പോൾ തന്നെ ഒരു 3ഓളം സ്പോൺസർമാർ ഇക്കാര്യത്തിൽ അവർ തന്നെ അവരാണ് സ്പോൺസർ എന്ന് പറഞ്ഞ് അവർ വന്നു കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ പോലും വ്യക്തതയില്ല. ആരിൽ നിന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനുവേണ്ടി സഹായം തേടിയെന്ന് വ്യക്തമല്ല. അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ കഴിയൂ. ഇതിന്റെ 1999 ആ ഗോൾഡ് ക്ലാഡിംഗ്, അതായത് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിലെ കവറിംഗ്, അത് എവിടെയെന്നത് കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമ്മൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനോട് സംസാരിച്ചപ്പോൾ KB പ്രദീപ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് 20 വർഷം മുൻപ് സ്വർണം പൊതിഞ്ഞതാണെങ്കിൽ പോലും അത് എത്തിച്ച് പരിശോധിച്ചാൽ അതിൽ ഒരു തരിയെങ്കിലും പൊന്നുണ്ടാകേണ്ടതാണ്. പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ചെമ്പുപാളിയിൽ ഒരു തരി പോലും സ്വർണം ഉണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 1998 ആ സ്വർണം പൊതിഞ്ഞ ആ പാളികൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പാളിയാണ് പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഔദ്യോഗികമായ വിശദീകരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കണ്ടെത്തണം, അതിൽ കൂടുതൽ അന്വേഷണം വേണം, ഇതിൽ കുറ്റക്കാരെ കണ്ടെത്തണം. ഇത് തീർച്ചയായും ഒരു വിശ്വാസ വഞ്ചനയാണ് ഇത് നടന്നിരിക്കുന്നത്. അതിലൊക്കെ നടപടിയെടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. പക്ഷേ എന്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ മടിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിലേക്ക് ഒരു കത്തെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ഭരണസമിതിയോ നൽകേണ്ടതാണ് ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്ന് തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതികരണങ്ങളൊക്കെ വരുന്നു. അവിടെ സർക്കാരിന് ഇതിൽ വിശ്വാസമുണ്ടെങ്കിൽ, തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടായെങ്കിൽ അതിൽ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും മുന്നോട്ട് വരേണ്ട ഒരു ആവശ്യമാണ് ഇപ്പോഴുള്ളത്. ശരിയാണ്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.